എല്ലാ പ്രിയ കൂട്ടുകാർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. അതിനകത്ത് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയ മാർക്കിനാണെങ്കിലും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതൊന്നിച്ച് ചോദിക്കണമെന്നൊന്നുമില്ല. എന്നാലും മാച്ചിങ് ടൈപ്പ് ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും വൺ വേർഡ് ആയിട്ടും പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ അഥവാ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ടെമ്പോറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുക, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ, മാഗ്നിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ, അളവുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുക. ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ, വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ, ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാലോ ബേസ്ഡ് ഓൺ ക്വാളിറ്റീസ്, നമ്മുടെ ചില ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുക. ഇന്റലിജന്റ് ആണോ അതോ ഇന്റലിജൻസ്, അതുപോലെ ഹോണസ്റ്റി, ഇങ്ങനെയുള്ള ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ 4 തരത്തിൽ നമുക്ക് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ജിയോഗ്രഫിക്കൽ ആകുമ്പോൾ ഏരിയ അടിസ്ഥാനത്തിൽ, ക്രോണോളജിക്കൽ ആകുമ്പോൾ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോൾ അളവിന്റെ അടിസ്ഥാനത്തിൽ, ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ ചില ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. ഇതിൽ നിന്നും ചെറിയ മാർക്കിനാണെങ്കിലും ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്നും വേർതിരിക്കണം. വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. വേരിയബിൾ ചേഞ്ചിങ് വാല്യൂസ്, അഥവാ മാറ്റം വരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അത് 2 രീതിയിലുണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾ എന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും. എന്താ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഏത് ന്യൂമറിക്കൽ വാല്യൂ എടുക്കാം. അതിൽ പൂർണ്ണസംഖ്യ ഉണ്ടാവാം, ഭിന്നസംഖ്യ ഉണ്ടാവാം, ഡെസിമൽസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാവാം. ഏത് തരത്തിലുള്ള സംഖ്യയും എടുക്കാവുന്ന ഒരു വേരിയബിൾസ് ആണ് കണ്ടിന്യൂസ് വേരിയബിൾസ്. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിലേക്ക് പോകുമ്പോൾ അത് സെർട്ടിൽ വാല്യൂസ് അഥവാ പൂർണ്ണസംഖ്യകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അഥവാ 2, 3, 4 അങ്ങനെ പരിഗണിക്കാം. 2.5 അങ്ങനെ പരിഗണിക്കൂല. 1/2 പരിഗണിക്കുക, ഭിന്നസംഖ്യകൾ പരിഗണിക്കൂല, ഡെസിമൽസ് പരിഗണിക്കൂല. പൂർണ്ണസംഖ്യകൾ മാത്രം, സെർട്ടൻ വാല്യൂസ് മാത്രം പരിഗണിക്കുന്ന വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ചെറിയ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സംഖ്യയും പരിഗണിക്കുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ, പൂർണ്ണസംഖ്യകൾ മാത്രം പരിഗണിക്കുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലം പാർട്ടിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും അറിഞ്ഞിരിക്കണം. ഒരു ഫ്രീക്വൻസി ടേബിളിനെ സംബന്ധിച്ചിടത്തോളം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം 2 മെത്തേഡിൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാം. ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡിലും മറ്റൊന്ന് ഇൻക്ലൂസീവ് മെത്തേഡിലും. ഇത് സ്വതന്ത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഇൻക്ലൂസീവ് മെത്തേഡിനെ എക്സ്ക്ലൂസീവ് മെത്തേഡാക്കി മാറ്റാൻ ചോദിക്കാറുണ്ട്. ഇതല്ലാതെ മറ്റു പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് ഇൻക്ലൂസീവിലായിരിക്കും തന്നിട്ടുണ്ടാവുക, അതിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പം നമ്മൾ എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് വിൽ ബി ദ ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. ഒരു സീരീസ് എടുക്കുമ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ക്ലാസ് 0 to 10, 10, 20, 20, 30. ഇവിടെ ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, രണ്ടാമത് പറഞ്ഞ വാല്യൂ ആണ് അപ്പർ ലിമിറ്റ്. ഒരു ക്ലാസ്സിലെ രണ്ടാമത്തെ അറ്റം ആണ് ശരിക്ക് അപ്പർ ലിമിറ്റ്. അപ്പോൾ ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് മെത്തേഡ് പ്രകാരം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ മാത്രം ഉൾക്കൊള്ളുന്നു, തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോകില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. 0 to 9 അതൊരു ക്ലാസ് ആണ്. 10 to 19 അത് മറ്റൊരു ക്ലാസ് ആണ്.
ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് അല്ല. ആദ്യത്തെ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് പരസ്പരം അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആവുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എക്സ്ക്ലൂസീവ് ആവുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തതിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഇൻക്ലൂസീവ് ആവുമ്പോൾ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നില്ല. ഇതാണ് വ്യത്യാസം. ഇനി ഒരു ചോദ്യം എടുത്തുകൊണ്ട് ഇൻക്ലൂസീവ് ക്ലാസ്സിന്റെ എക്സ്ക്ലൂസീവിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് ആണ് 10 to 19, 20 to 21, 30 to 39. ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണല്ലോ. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് അല്ല. ഇതിന് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റാൻ ഏതാനും സ്റ്റെപ്പുകൾ ഉണ്ട്. ആദ്യം ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? 1 ആണ്. ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് 19, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 20. 20ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. എന്നിട്ട് അതിനുശേഷം ആ കിട്ടിയ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5. അപ്പൊ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ കിട്ടിയ സംഖ്യ 2 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ സംഖ്യ ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കുക, അപ്പർ ലിമിറ്റിനോട് കൂട്ടുക. എന്താ ചെയ്യേണ്ടത്? എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും ആ സംഖ്യ കുറക്കണം, എല്ലാ അപ്പർ ലിമിറ്റിനോടും ആ സംഖ്യ കൂട്ടണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് എടുത്ത് നോക്കാതെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആയതെന്ന്. ആദ്യത്തെ വാല്യൂ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറച്ചു, രണ്ടാമത്തെ അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടി. അപ്പോൾ ലോവർ ലിമിറ്റിൽ നിന്ന് കുറച്ചു, അപ്പർ ലിമിറ്റിനോട് കൂട്ടി. തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് നോക്കൂ, ലോവർ ലിമിറ്റ് 20 ആയിരുന്നു, അതിൽ നിന്നും 0.5 കുറച്ചു, 19.5 ആയി. തൊട്ടടുത്ത അപ്പർ ലിമിറ്റിനോട് 0.5 കൂട്ടി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ലോവർ ലിമിറ്റും തമ്മിൽ ഡിഫറൻസ് കാണും, അതിന് 2 കൊണ്ടായിരിക്കും. ആ കിട്ടിയ സംഖ്യയെ ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കും, അപ്പർ ലിമിറ്റിനോട് കൂട്ടും. സ്വാഭാവികമായിട്ടും ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയി മാറുന്നു. അതിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എക്സ്ക്ലൂസീവ് മെത്തേഡ്, ഇൻക്ലൂസീവ് മെത്തേഡ് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇൻക്ലൂസീവ് മെത്തേഡിൽ നിന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് എങ്ങനെ മാറാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കണം. ഈ തന്നിരിക്കുന്ന റോ ഡാറ്റയാണ്, അസംസ്കൃത ഡാറ്റയാണ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് മാറ്റണം. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദ്യപേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇടം പിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സസ് തീരുമാനിക്കണം. എത്ര ക്ലാസ് വേണം തീരുമാനിക്കണം. ഇങ്ങനെ എത്ര ക്ലാസ് വേണം എന്നതിന് കൃത്യമായിട്ടൊരു റൂളൊന്നുമില്ല. പക്ഷേ ഏറ്റവും മിനിമം 5 ക്ലാസ്സെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാക്സിമം ആയി കഴിഞ്ഞാൽ ഒരു 15 കൂടാണ്ടിരിക്കണം നല്ലത്. അപ്പോൾ വല്ലാണ്ട് ക്ലാസ്സിന്റെ എണ്ണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയുള്ള ഒരു ക്ലാസ് ഫോമിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. ക്ലാസ് ലിമിറ്റ് തീരുമാനിക്കണം. ഇങ്ങനെയൊക്കെ തീരുമാനിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ടേബിൾ കൊടുക്കുന്നു. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് ആണ് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ ടാലി മാർക്ക്, മൂന്നാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി. ഇപ്പൊ ഈ വലത് ഭാഗത്തെ ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇതിലേക്കാണ് ഇനി നമ്മൾ ഈ ഡാറ്റയെ കൊണ്ടുവരുന്നത്. ആദ്യം നമ്മൾ ക്ലാസ്സിനെ തീരുമാനിക്കുന്നു, പിന്നീട് ടാലി മാർക്ക്, അതിന് ഓരോ ഡാറ്റയ്ക്കനുസരിച്ച് ടാലി മാർക്ക് ഇടുന്നു, പിന്നെ ഫ്രീക്വൻസി അതിന്റെ എണ്ണത്തിനനുസരിച്ച്, ടാലി മാർക്കിന്റെ എണ്ണത്തിനനുസരിച്ച് ഫ്രീക്വൻസി രേഖപ്പെടുത്തുന്നു വലത് ഭാഗത്തെ കോളത്തിൽ. നമ്മുടെ കയ്യിൽ 50 ഡാറ്റകൾ അടങ്ങിയ ഒരു ചോദ്യമാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്, ഏറ്റവും വലിയ വാല്യൂ 68 ആണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള റേഞ്ചിലുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ക്ലാസ് തീരുമാനിക്കുമ്പോൾ ഈ റേഞ്ചിനകത്തുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് നമുക്ക് 10ൻ്റെയോ 5ൻ്റെയോ ക്ലാസ് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 10ൻ്റെ ക്ലാസ് ഇൻ്റർവെൽ വെച്ചുകൊണ്ടുള്ളൊരു ക്ലാസ്സുകളാണ് രൂപപ്പെടുത്തുന്നത്. ഈ വലത് ഭാഗത്തെ കുളത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലാസ് ഫോം ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ക്ലാസ് റേഞ്ച് എന്ന് പറയുന്നത് 68ഉം ഏറ്റവും വലിയ വാല്യൂ 68ഉം ഏറ്റവും ചെറിയ വാല്യൂ 6ഉമാണ്. ഇതിന് രണ്ടിനെയും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലാസ് രൂപപ്പെടുത്താൻ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 10ന്റെ 7 ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി 5ന്റെ ആണെങ്കിൽ 14 ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്താവുണ്ട്. പ്രത്യേകിച്ച് ചോദ്യത്തിൽ 10ന്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ 5ന്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ക്ലാസ് രൂപപ്പെടുത്താം. ശ്രദ്ധിക്കണം, ചിലപ്പോൾ ചോദ്യത്തിൽ അങ്ങനെ വരാറുണ്ട്. നിങ്ങൾ 10ന്റെ ക്ലാസ്സുകൾ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ 20ന്റെ ക്ലാസ് രൂപപ്പെടുത്തുക അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ആ ക്ലാസ് ഇന്റർവെൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ 0 to 10 വരെയുള്ള ക്ലാസിന്റെ ടാലി മാർക്ക് എന്ന് പറയുന്നത് 4 ആണ്. എന്താ അതിന്റെ അർത്ഥം? ടാലി മാർക്ക് 4 എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 4 എണ്ണം ഉണ്ട്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 4 എണ്ണം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10 ഇതിനകത്ത് വരുന്നില്ല. 10 തൊട്ടടുത്ത ക്ലാസ്സിലെ പരിഗണിക്കുള്ളൂ. അപ്പോൾ 9 വരെ നമ്മൾ 9 ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് വരും, ഒന്നാമത്തെ ക്ലാസ്സിൽ വരും. പക്ഷേ അപ്പർ ലിമിറ്റ് എവിടെ പരിഗണിക്കുള്ളൂ? നെക്സ്റ്റ് ക്ലാസ്സിലെ പരിഗണിക്കുള്ളൂ. അപ്പോൾ 10 എന്ന സംഖ്യ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിലാണോ രണ്ടാമത്തെ ക്ലാസ്സിലോ പരിഗണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യത്തെ ക്ലാസ് പരിഗണിക്കില്ല. എല്ലാ അപ്പർ ലിമിറ്റും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിഗണിക്കാൻ കഴിയുള്ളൂ, എക്സ്ക്ലൂസീവ് മെത്തേഡിൽ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവിടെ 4 ടാലി മാർക്ക് ഇട്ടതിൻ്റെ കാരണം എന്താണ്? 4 ടാലി മാർക്ക് ഇട്ടതിൻ്റെ കാരണം 4 സംഖ്യകൾ 0നും 10നും ഇടയിൽ ഈ സീരീസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമാണ് സംഖ്യകൾ. അതുപോലെ രണ്ടാമത്തെ ക്ലാസ് എടുത്ത് നോക്കൂ, അവിടെ ടാലി മാർക്ക് 9 ആണ്. 9 എണ്ണം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 10ന്റെയും 20ന്റെയും ഇടയിലുള്ള 9 സംഖ്യകൾ അവിടെ വന്നിട്ടുണ്ട്, ആ സീരീസിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അഥവാ അപ്പോൾ ഫ്രീക്വൻസി കോളത്തിൽ അത് എടുത്തെഴുതണം. ആ 9 എന്നുള്ള ഫ്രീക്വൻസി കോളത്തിൽ എടുത്തെഴുതണം. ഇങ്ങനെ ഓരോ ക്ലാസ്സിനും അനുസൃതമായിട്ട് അതിൻ്റെ ഇടയിൽ ഈ സീരീസിൽ തന്നിട്ടുള്ള സംഖ്യകൾ എത്ര എണ്ണമാണോ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി ആദ്യം ടാലി മാർക്ക് വെച്ച് കാണിക്കുന്നു, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി എടുത്ത് വലതുഭാഗത്തെ കോളത്തിൽ എഴുതുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായി. അവസാനം നിങ്ങൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി കൂട്ടിയെടുത്ത് അതിൻ്റെ ടോട്ടൽ അവസാനം രേഖപ്പെടുത്തണം. അപ്പോഴാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെയധികം ആവർത്തിച്ച് എഴുതി അല്ലെങ്കിൽ ചെയ്ത് പഠിക്കേണ്ട സംഗതികളാണ്. ഏറ്റവും ഉറപ്പുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നാണിത്. 4 മാർക്കിന് വരെ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നേ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് യൂണിവേരിയേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ബൈവേരിയേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. ഇടയ്ക്കൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് യൂണിവേരിയേറ്റീവും ബൈവേരിയേറ്റും. യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മാത്രമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വേരിയബിൾസ് അഥവാ 2 വേരിയബിൾസുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 2ൽ കൂടുതൽ ഉണ്ടെങ്കിലോ മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഒരു വേരിയബിൾ ഉള്ളത് യൂണിവേരിയേറ്റ്, 2 വേരിയബിൾ ഉള്ളത് ബൈവേരിയേറ്റ്, 2ലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ.